എല്ലാവർക്കും ചില്ലൻ പാക്കിലേക്ക് സ്വാഗതം. ഈ ഓടുന്നത് എവിടത്തേക്കാണെന്നല്ലേ? ഇത് ഒരാൾ വരുന്നത് കാണാൻ വേണ്ടി ഓടുകയാ. ആരാണെന്നല്ലേ? നമ്മുടെ സൂര്യൻ തന്നെ. ചേട്ടൻ പുറപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ സൂര്യൻ ചേട്ടനെ സ്വീകരിക്കാനുള്ള ഓട്ടത്തിലാണ് എല്ലാവരും. ലോകത്തിലെ തന്നെ ചായപ്രേമികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ചായ കിട്ടുന്ന അത്രയും ഉയരത്തിലുള്ള ഒരു സ്ഥലത്തേക്കാണ് ഈ ഒരു ട്രെക്കിംഗ് നമ്മളിപ്പോൾ പോകുന്നത്. ഇതാണ് കൊളുക്കുമല എന്നറിയപ്പെടുന്ന മുന്നാറിലെ കൊളുക്കുമല. ഇവിടെയാണ് ഏറ്റവും ഉയരത്തിൽ ടീ പ്ലാന്റേഷൻ, തേയിലത്തോട്ടം ഇവിടെയാണ് കൃഷിയുള്ളത്. തേയിലത്തോട്ടത്തിൻ്റെ ആ തോട്ടം കൃഷിയുള്ളത് ഇവിടെയാണ്. ഏറ്റവും ടേസ്റ്റുള്ള ചായ കിട്ടുന്നത്, ആ ചായപ്പൊടി കിട്ടുന്നത് ഇവിടെ നിന്നാണെന്നാണ് പറയുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരത്തിലുള്ള തേയിലത്തോട്ടമാണ് ഇവിടെയുള്ളത്. ഈ ഓടുന്നത് എല്ലാവരും രാവിലെ ഒരു 2:15 നമ്മൾ ഉണർന്നതിന് ശേഷം നേരെ സൂര്യനെല്ലിയിലേക്ക് വന്നു. സൂര്യനെല്ലിയിൽ നിന്നും ജീപ്പാണ് അവിടെ ഉള്ളത്. ഓൺലൈൻ ബുക്കിംഗ് ഉണ്ട്, അതുപോലെ ഡയറക്റ്റ് ബുക്കിംഗ് ഉണ്ട്. അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഡയറക്റ്റ് ബുക്ക് ചെയ്യാം. അങ്ങനെ ജീപ്പിൽ രാവിലെ തന്നെ ആ കൊളുക്കുമല എന്നറിയപ്പെടുന്ന സ്ഥലത്തേക്ക് നമ്മുടെ യാത്ര എന്ന് പറയുന്നത്, ഓരോ ട്രക്കിംഗ് യാത്രയും കഴിയുമ്പോഴും നമ്മൾ കരുതും ഇതാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ളത്. പക്ഷേ ഈ ഒരു കൊളുക്കുമലയിലേക്ക് വന്ന സമയത്ത് നമ്മൾ കൊളുക്കുമലയുടെ പേരങ്ങോട്ട് മാറ്റി കുലുക്കിമല എന്നാക്കി. ഒരു 2 മണിക്കൂറോളം ശരീരം അത്യാവശ്യം നല്ല രീതിയിൽ കുലുക്കി തന്നെയാണ് ഇവിടെ എത്തുന്നത്. അതും നേരം പുലർന്നപാടുള്ള ആ ഒരു സൂര്യോദയം കാണാനുള്ള ആ ഒരു യാത്ര ഒരു 3 മണി മുതൽ 3 മണിക്ക് അവിടെ സൂര്യനെല്ലിയിൽ എത്തിയതിന് ശേഷം ഒരു 1.5 മണിക്കൂറോളം വേണം ഇവിടെ, ഒരു 1.5 hour വേണം ഇവിടെ ഈ മലയിലേക്ക് എത്താൻ. ഇവിടെ എത്തിയതിന് ശേഷം കുറച്ച് ദൂരം നമുക്ക് നടക്കാനുണ്ട്. മഞ്ഞും അതുപോലെ കോടമഞ്ഞും മലകളും മലനിരകളും നിറഞ്ഞ ഈ ഒരു സ്ഥലം കാണാൻ നമ്മൾ അത്രയും ദൂരം അത്രയും ബുദ്ധിമുട്ടിയിട്ട് വന്നത് ശരിക്കും അത് ഒരു വരണ്ട ഒരു സ്ഥലം തന്നെയാണെന്ന് ഇവിടെ എത്തുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക. ആ ഒരു ബുദ്ധിമുട്ടൊക്കെ നമുക്ക് ഈ ഒരു സൂര്യോദയം കാണുമ്പോഴും ഈ മലനിരകൾ ഇങ്ങനെ മഞ്ഞിൽ മൂടിയ മലനിരകൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് ഇവിടെ എത്രയോ മുൻപേ വരേണ്ടതായിരുന്നു, അത്രയും ഭംഗിയുള്ള ആ ഒരു സ്ഥലത്ത് നമ്മൾ നേരത്തെ എത്തേണ്ടതായിരുന്നു തോന്നിപ്പോകും. രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് നമുക്ക് തോന്നും ഇത്രയും നേരത്തെ എഴുന്നേറ്റിട്ട് ഇവിടെ വരേണ്ട കാര്യമുണ്ടോ എന്നുള്ളത്. പക്ഷെ ഇവിടെ എത്തിയപ്പോഴാണ് മനസ്സിലാവുന്നത് അതിൻ്റെ ആ ഒരു പ്രകൃതി ഭംഗി, പ്രകൃതി തനതായ രീതിയിൽ ചിത്രം വരച്ചിട്ട പോലെ, ഒരു പെയിൻറ്റിങ് ചെയ്തതുപോലെയുള്ള ഈ ഒരു ദൃശ്യം അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്രയും മനോഹരമായിട്ടുണ്ടായിരുന്നു ആ ഒരു കാഴ്ച. 7900 അടി ഉയരത്തിലാണ് ഈ സ്ഥലം ഉള്ളത്. കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും ബോർഡറായിട്ടാണ് ഇവിടെ ഈ സ്ഥലം ഉള്ളത്. മുന്നാറിൽ നിന്ന് ഒരു 35 കിലോമീറ്റർ അകലെയാണ് ഈ കൊളുക്കുമല ഉള്ളത്. ഈ തമിഴ്നാട്ടിലെ തേനി ജില്ലയിലാണ് ഈ കൊളുക്കുമല ഉള്ളത്. മലവെള്ളപ്പാച്ചിലില് മുഴുവനായും പോയ ഒരു റോഡാണ്. റോഡ് എന്ന് പറയാൻ പറ്റില്ല, റോഡിലൂടെയാണ് നമ്മുടെ ജീപ്പ് സഫാരി. ഈ ജീപ്പിൽ 6 പേരെയേ ഉൾക്കൊള്ളൂ, യാത്രക്കാരായിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അവരുടെ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. 6 പേരാണ്, മാക്സിമം 6 പേരാണ്. എക്സ്ട്രാ വരുന്ന ആൾക്കാർക്ക് ഒരു 750 രൂപ വെച്ച് അടുത്ത വേറൊരു ജീപ്പിലാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. ഒരു ജീപ്പിന് 3200 രൂപ വെച്ചിട്ടാണ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. രാവിലെ 4 മണി മുതൽ വൈകുന്നേരം 5 വരെയാണ് ഇവിടത്തേക്കുള്ള പ്രവേശനമുള്ളത്.
നിറയെ തേയിലത്തോട്ടാണ് ഉള്ളത്. കണ്ടത് മനോഹരം, കാണാത്തത് അതിലും മനോഹരം എന്ന് പറയുന്നത് ഏറ്റവും ശരിയായിട്ട് തോന്നാണ്. ഓരോ യാത്രയും, ഓരോ ട്രക്കിങ്ങും, ഓരോ കാഴ്ചകളും കണ്ട് മടങ്ങുമ്പോൾ ഇതാണോ, ഇതിൽ കൂടുതൽ ഇനിയും നല്ലതുണ്ടോ എന്നുള്ള നമ്മളുടെ ആ ഒരു തോന്നലുണ്ടല്ലോ, ആ ഒരു തോന്നലാണ് നമുക്ക് അടുത്ത യാത്രക്കുള്ള ഒരു പ്രചോദനം. എപ്പോഴും നമ്മൾ കരുതും, ഇത് ഇത്രയും ബുദ്ധിമുട്ടിയിട്ട് എന്തിന് എന്ന് ചോദിക്കുന്ന ആ ഒരു മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് ചോദിക്കുന്ന ആ ഒരു ചോദ്യത്തിന് ഒരു ഉത്തരാണ് ഈ കാഴ്ചകൾ. ഇത് കണ്ടു തന്നെ അറിയണം. നല്ല തണുപ്പായിരുന്നു. ആ കോടമഞ്ഞും തണുപ്പും ഒക്കെ കൂടി നന്നായിട്ട് പുതച്ചു മൂടി കിടക്കാനുള്ള ആ ഒരു മാനസികാവസ്ഥയിൽ നിന്ന് നമ്മളിതിവിടെ എന്തൊക്കെയൊക്കെയോ കാണാനുണ്ടാവും എന്നുള്ള ആ ഒരു തോന്നൽ കൊണ്ടായിരുന്നു പുറപ്പെട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷെ ആ തോന്നൽ ഒരിക്കലും തെറ്റിയിട്ടില്ല. ഈ തണുപ്പും കോടമഞ്ഞും ഒക്കെ അനുഭവിച്ച് അതിൻ്റെ ആ ഒരു സുഖം അറിഞ്ഞുകൊണ്ട് നമുക്ക് ഈ കൊളുക്കുമല കാണാം. കൊളുക്കുമലയിലേക്കുള്ള യാത്ര എന്ന് പറയുന്നത് ഒരിക്കലും നല്ലൊരു യാത്രയായിരിക്കില്ല. അത് പ്രതീക്ഷിച്ചിട്ട് ആരും കൊളുക്കുമല കാണാൻ വരരുത്. ജീപ്പ് സഫാരി എന്ന് പറയുന്നത് അത്യാവശ്യം ഒരു ദുർഘടമായ സ്ഥലത്തേക്കൂടിയുള്ള യാത്ര തന്നെയാണ്. എന്നാലും ഞാൻ പറഞ്ഞതുപോലെ, എത്രയോ പ്രാവശ്യം ഇതിൽ തന്നെ ഈ വീഡിയോയിൽ പറഞ്ഞതുപോലെ, ആ യാത്രയുടെ അവസാനം എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു കാഴ്ച തന്നെയാണ്. വീഡിയോ ലൈക്കും ഷെയറും കമൻറ്റും അതുപോലെ സബ്സ്ക്രൈബും ചെയ്ത് പ്രോത്സാഹിപ്പിക്കുക. നിങ്ങളുടെ പ്രോത്സാഹനമാണ് എനിക്ക് അടുത്ത വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം. എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു.